യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം. നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ ഒരു ഓംകാര ജപ തപസ് കൂട്ടായി അനുഷ്ഠിക്കണം. അത് തപസ്സാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സംസാരിക്കും, നിങ്ങളെല്ലാവരും കേൾക്കും. നിങ്ങൾക്ക് സ്വയം വായ തുറന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളൊരവസരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ആദ്യമായി നിങ്ങളെല്ലാവരും തുറന്ന വായും തുറന്ന മനസ്സുമായി ഒരു തപോനുഷ്ഠാനം നടത്തുക. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മാത്രം ആ തപസ്സിൻ്റെ ഫലമോ നന്മയോ ഉണ്ടാവണം എന്നല്ല. ഈ സംയുക്ത ധ്വനി പരശുരാമൻ സമ്മാനിച്ച കേരളത്തിലും ഭാരതത്തിലും എല്ലാം നിറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് പുറത്തു പോയി അവസാനം ഭൂഗോളം മുഴുവനും വ്യാപിച്ച് എല്ലാ ചരാചരങ്ങൾക്കും നന്മയരുളണം എന്നായിരിക്കണം നമ്മുടെ സങ്കല്പം. ഈ സങ്കല്പത്തിന് വലിയ ശക്തിയാണ്. ഈശ്വരന് മാത്രമേ സങ്കല്പിച്ച് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതേ ഈശ്വരൻ്റെ അംശമാണല്ലോ നമ്മുടെ ജീവൻ. ആ ജീവനും ഈ ഈശ്വരനുള്ള സങ്കല്പശക്തി നമുക്കുമുണ്ട്. ഒരു പക്ഷേ അത്ര വലിയ തോതിലില്ലെങ്കിലും നമുക്ക് ശക്തി ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത് ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങളെല്ലാവരും വിനിയോഗിക്കണം, പ്രയോഗിക്കണം. കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക, കഷ്ടപ്പെടണ്ട. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. എന്നിട്ട് വായും മനസ്സും ഒരുപോലെ തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. കേട്ടിട്ട് പോരാന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. ഇതാ ഓ പോരാ. എന്നാ ഞാൻ പറയാതെ തന്നെ നല്ലോണം ജപിക്കുക എന്നുള്ളത് അതിശയപ്പെടുക. ഇതാ ഓ നന്നായില്ല കേട്ടോ, ഭേദപ്പെട്ടു എന്നുള്ളത് ശരിയാ. ഇതാ അവസാനം 3-മത്തത് ഓ ഹരി ഓം തത്സ. നന്നായി. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നൈമിഷാരണ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന പ്രവക്താക്കളെല്ലാവരും തന്നെ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ആദ്യമേ മുതൽക്ക് ശ്രീമദ് ഭാഗവതമോ ഭഗവത്ഗീതയോ രണ്ടും ആവണം എന്നൊരഭിപ്രായമുണ്ടായിരുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
പക്ഷേ സ്വതവേ ഇവിടെ ശ്രീമദ് ഭാഗവതമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ശ്രീമദ് ഭാഗവതത്തിനും ഭഗവത്ഗീതയ്ക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പറയാവുന്ന തരത്തിൽ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ ഒരു വ്യത്യാസമുണ്ട്. ശ്രീമദ് ഭാഗവതം നമ്മുടെ കയ്യിലുള്ളത് അത്രയൊന്നും പഴക്കമുള്ള ഗ്രന്ഥമല്ല. ഒരു 1300-1400 കൊല്ലം മുൻപ് എഴുതിയ ഗ്രന്ഥമാണ് നമ്മുടെ മുൻപിൽ എന്നാണ് പലരും നിരൂപിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും ശ്രീമദ് ഭാഗവതം ഈസ് ദ ലേറ്റസ്റ്റ് കമ്പോസ്ഡ് സ്ക്രിപ്ചർ. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതിനു മുൻപ് ഭാരതവും ഭാരത സംസ്കാരവും കണക്കില്ലാത്തത്ര കാലം കഴിഞ്ഞിരുന്നു. ബഹുസഹസ്രം എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം ഉണ്ടാവുന്നതിന് മുൻപ് നമുക്ക് അടിസ്ഥാനപരമായും ആധികാരികമായും ഗ്രന്ഥങ്ങളോ ശാസ്ത്രങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്നൊരു ചോദ്യം വരുന്നു. അതിന് മറുപടിയാണ് നമ്മൾക്ക് 5 അക്ഷരമുള്ള ഒരു വാക്ക്, പ്രസ്ഥാനത്രയം. ഒന്ന് പറയൂ. പ്രസ്ഥാനത്രയം. ത്രയം എന്ന് പറഞ്ഞാൽ 3, പ്രസ്ഥാനം എന്ന് പറഞ്ഞാലോ ചിന്തിക്കേണ്ട കാര്യമാണ്. സാധാരണ നമ്മളുടെ ഇടയിൽ അല്പസ്വല്പം നല്ല പോലെ സംസാരിക്കുന്നവർ പ്രസ്ഥാനമായി എന്നൊക്കെ പറയും. മഹാപ്രസ്ഥാനം എന്ന് പാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി ഹിമാലയത്തിൽ കയറി സ്വദേഹം വിടാൻ തീരുമാനിച്ചപ്പോഴാണ് അവർ മഹാപ്രസ്ഥാനത്തിന് പോയി എന്ന് പറയാറുള്ളത്. അപ്പോൾ പ്രസ്ഥാന ശബ്ദം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തുന്ന വിശേഷപ്പെട്ട ഒരു പ്രക്രിയയാണ്. എന്താ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം? എവിടെങ്കിലും ഒരു സ്ഥലത്തിൽ എത്തണം എന്നുദ്ദേശിച്ച് നടത്തുന്ന യാത്രയാണ് ഈ പ്രസ്ഥാനം. എന്ത് യാത്രയാണ് മനുഷ്യന് വാസ്തവത്തിൽ വേണ്ടത്? നമ്മൾക്ക് ശരീരം ഒരു ഉപാധിയും ഉപകരണവുമാണ്. ഈ ശരീരത്തെ വിനിയോഗിക്കുന്നത് ഓരോ കാര്യത്തിലും മനസ്സാണ്. മനസ്സിന് ദിശ കാണിച്ചു കൊടുക്കുന്നത് ബുദ്ധിയാണ്. നമ്മൾക്ക് ഈ ശരീരം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു ഉപകരണമാണ്. ഇതിനേക്കാൾ മുഖ്യമായി നമ്മുടെ അനുഭവങ്ങളും അറിവും ഓർമ്മയും എല്ലാം തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. അപ്പം മനസ്സും ബുദ്ധിയും കൂടിച്ചേർന്നതായ ഉൾ വ്യക്തിത്വമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ ഉൾ വ്യക്തിത്വത്തിലാണ് മനുഷ്യരാശിയുടെ എന്തെങ്കിലും വിശേഷതയോ മികവോ ഉണ്ടെങ്കിൽ അത്. ശരീരം കൊണ്ട് മറ്റ് പല മൃഗങ്ങളും നമ്മളെക്കാൾ കേമന്മാരാ. കഴുകന്മാരുടെ കണ്ണുകൾക്ക് നമ്മുടെ കണ്ണുകളേക്കാൾ ശക്തി കൂടുമത്രേ. നമ്മുടെ ചെവിയേക്കാൾ ശക്തി കൂടുന്ന ചില പ്രാണികളുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നിലവാരത്തിൽ മനുഷ്യന് ബാക്കിയുള്ളതിനേക്കാൾ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എവിടെയാണ് മികവ്? ചോദ്യം ചെയ്യപ്പെടാത്തൊരു മികവ് നമ്മുടെ ഉൾ വ്യക്തിത്വത്തിൽ, ഇന്നർ പേഴ്സണാലിറ്റിയിലാണ്. ആ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നാം ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ആ യാത്ര എന്തായിരിക്കും? ജ്ഞാനയാത്ര. അറിയാനും ഉണരാനും അനുഭവിക്കാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സും ബുദ്ധിയും കൂടി അറിവിന് വേണ്ടി നടത്തുന്ന യാത്രയാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം എവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എന്ന് ചോദിച്ചാൽ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. ആദ്യമായി വേദോപനിഷത്തുകൾ, പ്രധാനമായി 11 ഉപനിഷത്ത്, ദശോപനിഷത്തെന്നും പറയും. അത് കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ കുറേ അധികമുണ്ട്, 140 എണ്ണമൊക്കെ ഉണ്ടെന്ന് പറയും. ആ ഉപനിഷത്തുകളിലാണ് ജ്ഞാനം ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തിലാ? പിന്നെ ഭഗവത്ഗീതയിലാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അതെവിടെ പെട്ടതാ? അത് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ പെട്ടതല്ല. പിന്നെ എന്തിൽ പെട്ടതാ? മഹാഭാരതത്തിൽ പെട്ടതാ. മഹാഭാരതത്തിന് സ്മൃതി എന്നൊരു സ്ഥാനമാണ് പരമാവധി നമ്മൾ കൽപ്പിച്ചു കൊടുക്കുക. വേദങ്ങൾക്കാകട്ടെ ശ്രുതി.
നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? കുറേ കാലമായില്ലേ ഇവിടെ വരണു. അപ്പം എല്ലാം മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം സ്മൃതി, ആ സ്മൃതിയിൽപ്പെട്ടതാണ് നമ്മുടെ ഭഗവത്ഗീത. ഇനി ഒന്നുള്ളത് ബ്രഹ്മസൂത്രങ്ങളാണ്. അല്പാക്ഷരങ്ങളിൽ വലിയ വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്ന സൂത്രവാക്യങ്ങളാണ് സൂത്രം എന്ന് പറയുന്നത്. 500 ചില്ലാനം സൂത്രമടങ്ങുന്ന ബ്രഹ്മസൂത്രം വ്യാസദേവൻ എഴുതി, ബാദരായണൻ എഴുതി എന്നാണ് പറയുക. ഈ 3 എണ്ണത്തിനും ഉള്ള പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, ഓരോന്നിനുമുള്ള വ്യത്യാസം, ഉപനിഷത്തുകൾ മിക്കവാറും പദ്യരൂപത്തിൽ കാവ്യരൂപത്തിൽ രചിച്ചിട്ടുള്ള പഴക്കം നിശ്ചയിക്കാൻ പറ്റാത്തത്ര ഒരു സ്വല്പം സ്പീഡ് കുറച്ചു അത്ര പഴക്കമുള്ളതാ. അനാദി എന്നാണ് നമ്മുടെ വേദങ്ങളെക്കുറിച്ച് പറയുക. മഹാഭാരതത്തിൻ്റെ പഴക്കം എത്രയുണ്ട്? 5154-55 കൊല്ലം പഴക്കമുണ്ട്. ബ്രഹ്മസൂത്രവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ വ്യാസദേവനാണല്ലോ രചിച്ചത്. വ്യാസദേവൻ മഹാഭാരതം രചിച്ചപ്പോൾ എത്ര കാലമായിരുന്നോ അത് തന്നെയല്ലേ ആവുള്ളൂ ബ്രഹ്മസൂത്രത്തിനും. ഇവർക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ശ്രുതി ഉപനിഷത്തുകൾ, ഭഗവത്ഗീത സ്മൃതി, പിന്നെ ബ്രഹ്മസൂത്രമോ യുക്തി. ഇങ്ങനെ ശ്രുതി, സ്മൃതി, യുക്തി എന്ന് പറയുന്ന 3 എണ്ണമാണ്. നമുക്ക് എന്തെങ്കിലും അധ്യാത്മ ജീവിതത്തിൽ ഗവേഷണം ചെയ്യണം, മുന്നേറണം, ഗവേഷണം ചെയ്തു, മുന്നേറി, എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് വരണമെങ്കിൽ അത് ശ്രുതിയിൽപ്പെട്ടതാവണം, ശ്രുതി വിവരിച്ചിട്ടുള്ളതാവണം. അതുമാതിരി സ്മൃതിയിൽപ്പെട്ട ഭഗവത്ഗീതയും അത് സമ്മതിക്കണം, അതിലും പറഞ്ഞിട്ടുണ്ടാവണം. പോരാത്തതിന് യുക്തിസഹമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ബ്രഹ്മസൂത്രം. ആ യുക്തിസഹവുമായിരിക്കണം അത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? It should be equally substantiated by Vedic and Vedantic scriptures on the one hand, equally corroborated by Bhagavad Gita, then equally ratified by Brahma Sutras. അപ്പോൾ ഒന്ന് ശ്രുതി, ഒന്ന് സ്മൃതി, ഒന്ന് യുക്തി. യുക്തി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കാര്യകാരണങ്ങളെ പൊരുത്തപ്പെടുത്തി ചിന്തിച്ച് നമുക്ക് എത്താവുന്ന നിഗമനങ്ങളാണ് ഈ യുക്തി. അങ്ങനെ കാര്യകാരണ സഹിതം ചിന്തിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂന്ന. ബൃഹസ്പതി പറയാണ്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കരുത്. ആ പറയുന്ന സംഗതികൾ കാലം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എല്ലാ കാലത്തും അതാത് കാലത്തിലുള്ള ജനങ്ങൾ, ചിന്തകന്മാർ ചിന്തിച്ചു നോക്കി ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് നമുക്ക് ചേരുന്നതാണോ എന്ന് യുക്തിപൂർവം ആലോചിച്ച് നോക്കി സമ്മതിച്ചാലേ നിങ്ങൾ ശാസ്ത്രവാക്യങ്ങൾ അംഗീകരിക്കേണ്ടൂ, അനുസരിക്കേണ്ടൂ എന്നുവരെ പറയുന്നുണ്ട്. ഇത് 3 കൂടിയതാണ് പ്രസ്ഥാനത്രയം. പലരും ഇവിടെ ചോദിക്കും, ഇന്ത്യയിൽ അനവധി ദൈവങ്ങളെ നാം പൂജിക്കുന്നതായിട്ട് കാണാറുണ്ട്, ദേവതകളെയും ദേവന്മാരെയും എല്ലാം. നമുക്ക് ഗ്രന്ഥമാണെങ്കിലോ കുറേ അധികമുണ്ട്. അപ്പം നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇവിടെയുള്ള ചിന്താഗതി മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഭഗവത്ഗീത ഒന്നാണ്, ബ്രഹ്മസൂത്രം വേറെ ഒന്നാണ്, ഉപനിഷത്തുകളുമാണ്. ഇത് 3ഉം കൂടിച്ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കളുടെ സ്ഥാനം പിടിച്ചു ഭഗവത്ഗീത, അതേ സ്ഥാനം പിടിച്ചു ബ്രഹ്മസൂത്രം. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള ഒരു ചരിതം, ഒരു ഭാഗം മാത്രമായി പരിഗണിക്കുന്നു. അത് ശരിയല്ല. അതിൻ്റെ ഉള്ളടക്കം വെച്ച് നോക്കുമ്പോൾ അത് ഉപനിഷത്തുകളോടും ബ്രഹ്മസൂത്രത്തിനോടും കിടപിടിക്കാവുന്നതും അവയോട് കൂടി ചേർന്ന് നിൽക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കണം. അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സംസ്കാരം എന്ന് തുടങ്ങി? വേദകാലം മുതൽക്ക് തുടങ്ങി. വേദം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് അതീതമായിട്ടുള്ള കാലം, ചരിത്രാതീത കാലം. ചരിത്രത്തിന് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ള ചരിത്രകാലത്തിനും
മുൻപ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എത്ര കൊല്ലം മുമ്പ് എന്ന് ചോദിക്കാൻ പറ്റില്ല, മറുപടി കിട്ടില്ല. അപ്പം ചരിത്രാതീതമായ ഒരു കാലം, ചരിത്രത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് എന്ത്? മഹാഭാരതവും ബ്രഹ്മസൂത്രങ്ങളും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തെ? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പം നമ്മൾ അനാഥന്മാരല്ല, നമുക്ക് നല്ല സമ്പത്തുണ്ട്. ഇതൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്, എഴുതി വച്ചിരിക്കുക. ആ എഴുതി വെച്ചതിലൊരു വള്ളി പുള്ളി പോകാതെയാണ് നാം സൂക്ഷിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വന്നാൽ നാം സ്വീകരിക്കില്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഒരു മുദ്രാവാക്യം നമുക്ക് വേണം, ദേശത്തിന്, നാട്ടിന്, രാജ്യത്തിന് എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. എവിടേക്കാ പോവാ എന്ന് നോക്കിയപ്പോൾ ഉപനിഷത്തുകൾക്ക് തന്നെ പോകണം. അപ്പോൾ ഉപനിഷത്തുകളിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് നോക്കി മുണ്ടകോപനിഷത്തിലുള്ള സത്യമേവ ജയതേ എന്നാണ് അന്നത്തെ നേതാക്കന്മാരും ചിന്തകന്മാരും സ്വീകരിച്ചത്. അപ്പോൾ ഒരു സംശയം വന്നു അവർക്ക്. ജയതേ എന്ന പ്രയോഗം വ്യാകരണപ്രകാരം ശരിയല്ല, ജയതി എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഈ ജയതേ എന്ന് തന്നെ എഴുതണോ ജയതി എന്നാക്കണോന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തോ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് സത്യമേവ ജയതേ, സത്യമേ ജയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം സ്വീകരിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഇവിടെ വളരെയധികം സ്ഥാപനങ്ങളുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അങ്ങനെ പലതും. അവരൊക്കെ മുദ്രാവാക്യങ്ങളായി എടുത്തിട്ടുള്ളത് ഈ സംസ്കൃത സൂക്തങ്ങളാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം എന്താ അതിനർത്ഥം? ഈ സംസ്കൃതത്തിലുള്ള ചൊല്ലുകളും സൂക്തങ്ങളും മൂല്യങ്ങളും മുദ്രാവാക്യങ്ങളുമെല്ലാം ലൗകികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തന കേന്ദ്രങ്ങൾക്കും എല്ലാറ്റിനും ബാധകമാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് പ്രീമിയം മേടിച്ചിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പറയുകയാണ്, കൃഷ്ണൻ ഭക്തന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാ യോഗക്ഷേമം വഹാമ്യഹം എന്ന്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൊണ്ടുതരാനും ഉള്ളത് സൂക്ഷിക്കാനും ഞാൻ ചുമതലപ്പെട്ടവനാണ്, തരാമെന്ന്. അതുപോലെ നമ്മുടെ LIC പറയണു, നിങ്ങൾ പ്രീമിയം തന്നാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം, ഉള്ളത് പോകാതെ സൂക്ഷിക്കാമെന്ന്. കേൾക്കണോ? അപ്പോൾ എത്ര കൃഷ്ണന്മാരാ അവിടെ? എന്തിനു പറയണു? അന്ന് അവർ പറഞ്ഞു വെച്ചതൊക്കെ ഇഷ്ടപ്പെട്ട മുദ്രാവാക്യങ്ങളായി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആസ്പത്രികളുണ്ട്, ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട് ഇവിടെ. നമ്മുടെ സംസ്കാരം ഊടും പാവുമായി പല സ്ഥലത്തും വ്യാപിച്ചിട്ടുണ്ട് എന്ന്. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സന്ദർഭം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ സർക്കാരിന് ഇത് എഴുതി അറിയിപ്പിക്കാറുണ്ട്. സ്വാമിജി ചെയ്യുന്ന പ്രസ്ഥാനം എന്താ? അതൊരു മതഛായയുള്ളതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. എഴുതി കൊടുത്ത് വിദ്യാഭ്യാസമാണ് വിദ്യയിൽപ്പെട്ട ബ്രഹ്മവിദ്യ ഏറ്റവും വിശേഷപ്പെട്ടത്. ആ ബ്രഹ്മവിദ്യയേക്കാൾ വളരെ താണിരിക്കുന്നതാണ് മറ്റത് പ്രപഞ്ചവിദ്യ, ഭൗതിക വിദ്യ, ഐന്ദ്രിയ വിദ്യ. അവർ മനസ്സിലാക്കി സമ്മതിച്ചിട്ടുമുണ്ട്. അടുത്ത കാലത്ത് പറയണ കേട്ടു, ഞങ്ങളുടെ ആശ്രമത്തിലുള്ള റേഷൻ കാർഡ് അവസാനം അവർ കൊണ്ടുപോയി. ഈ റേഷൻ കാർഡിൽ ഗൃഹത്തിൻ്റെ തലവൻ്റെ പേര്, ബാക്കിയുള്ളവരുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ എഴുതിയത് ഒരു സന്യാസത്തിനും ആശ്രമത്തിനും ചേർന്നതാണോ? ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരെഴുത്തെഴുതി. ആർക്ക്? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്. അതിനെപ്പറ്റി ഒന്ന് പറയാനും ഒരാളോട് പറഞ്ഞ് ചട്ടം കിട്ടി. ആ എഴുത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഉടനെ നമ്മുടെ കേരള ചീഫ് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്തു, ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചു, അയ്യത്തടാന്നായി. ഈ അയ്യത്തട ആർക്കും പറ്റാതെ നോക്കുക വേണ്ടേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? സൂത്രത്തിൽ നല്ലൊരു വഴി കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് റേഷൻ കാർഡേ ഇല്ല, അതുകൊണ്ട് സ്വാമിജിയുടെ റേഷൻ കാർഡ് വേഗം കണ്ടുകെട്ടണം എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് ഇനി ഞങ്ങൾ എന്താ വേണ്ടേ എന്നുള്ള ചോദ്യമായി. അപ്പം മടക്കി മേടിച്ചവർ പറയൂ, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം കിട്ടിയിട്ടില്ല, നിർദ്ദേശം കിട്ടിയാൽ അറിയിക്കാമെന്ന്.
ഇപ്പോഴും വഞ്ചി തിരുനക്കരയിലാണ്. ഇന്നത്തെ പേപ്പറിൽ എന്താ കണ്ടിരിക്കണേ? സന്യാസിമാരും സാധുക്കളും പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ അപേക്ഷയിൽ അവനവൻ്റെ ഗുരുവായിട്ടുള്ള ബന്ധം സൂചിപ്പിച്ച് ആ ഗുരു പറഞ്ഞങ്ങനെ അത് എഴുതിയാൽ മതി. എത്ര കാലം കഴിഞ്ഞു എന്ന് ആലോചിക്കൂ. എൻ്റെ എഴുത്തിന് അവർ വാസ്തവത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ അത്യാവശ്യം ഞങ്ങൾ തീർന്നു. എന്താ കാരണം? റേഷൻ കാർഡിൽ നമ്മുടെ വ്യക്തിത്വം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ റേഷൻ കാർഡ് വേണ്ടിയിരുന്നു പല കാര്യങ്ങൾക്കും. പിന്നെ ആധാർ കാർഡ് വന്നതോടുകൂടി ആ കുഴപ്പം തീർന്നു. ഇപ്പോൾ നമുക്ക് ആധാർ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആധാർ കാർഡ് ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ റേഷൻ കാർഡ് അതിൻ്റെ പ്രാധാന്യം അങ്ങോട്ട് പോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സർക്കാർ വലിയൊരു അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സന്യാസിമാർക്ക് സ്ഥാനമില്ലാത്തൊരു ഭാരതം എപ്പോൾ വിഭാവനം ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഗൃഹസ്ഥന്മാരൊക്കെ സന്യാസം എടുക്കേണ്ടവരാ. സന്യാസാശ്രമത്തിലാണ് പര്യവസാനം. ജീവിതത്തിന് പൂർണ്ണതയും സാഫല്യവും സൗഭാഗ്യവും ഒക്കെ അപ്പോഴാണ്. അതിനെ തള്ളി നിർത്തിക്കൊണ്ട് ഒരു വാക്ക് പറയുകയോ ഒന്ന് ഭരിക്കുകയോ ചെയ്താൽ അത് ഹിരണ്യകശിപുവിൻ്റെ കരാള ഭരണയാവുള്ളൂ. അതവർ മനസ്സിലാക്കുന്നില്ല. അത്രത്തോളം നമ്മുടെ ഇന്ത്യയെയോ ഭാരതത്തെയോ പറ്റി ചിന്തിക്കുന്നില്ല എന്ന്. എന്നാലോ വനവാസി കേന്ദ്രങ്ങളൊക്കെ ഇല്ലാതെ ആവണമെന്ന് പറഞ്ഞ് പരിശ്രമിക്കുന്ന കൂട്ടരുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒരു തരത്തിലുള്ള അഴിമതി തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംസ്കാരമുണ്ടോ, വ്യവസ്ഥയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വച്ചിട്ടുള്ള 2 സാഹിത്യമാണ് രാമായണം, ഇതിഹാസം എന്ന് പറയുന്നത്. ഉപനിഷത്തുകളെല്ലാം പഴയ കാലത്ത് പറഞ്ഞു കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിലേതെങ്കിലും ഒരു തലമുറ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ, ഒരു തലമുറ പഠിപ്പിക്കാൻ ആരും പുറപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇല്ലാതെയായിപ്പോയി. കേട്ട് ഗ്രഹിച്ച് പഠിക്കാനും ആരും പുറപ്പെട്ടിട്ടില്ല എന്ന് വന്നെങ്കിൽ നമ്മുടെ ഈ ഉപനിഷത്ത് ഇപ്പം നമ്മുടെ കയ്യിലുണ്ടാവില്ല. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു കേട്ട് പഠിച്ചു പോന്നതാണ് ഉപനിഷത്തുകൾ. അപ്പം ഏതെങ്കിലും ഒരു തലമുറയിൽ അത് പറഞ്ഞു കൊടുക്കാൻ ചിലർ ഉദ്യമിച്ചില്ല, പറഞ്ഞു കൊടുത്താൽ കേട്ട് ഗ്രഹിക്കാനും ഉദ്യമിച്ചില്ല എന്ന് വന്നാൽ ഈ സംഭവം നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പൂർവികര് എത്ര ബദ്ധശ്രദ്ധരായി നമ്മുടെ ഈ സാഹിത്യവും സംസ്കാരവും പരിരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. തനിക്കും തൻ്റെ കുട്ടികൾക്കും ആനുകാലികമായ ആവശ്യങ്ങൾക്കും മാത്രം വേണ്ടി ജീവിക്കരുത്. എൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ, സമ്മതിച്ചു. എൻ്റെ കുടുംബം സമാജത്തിൻ്റെ അംഗമാണ്. സമാജം രാഷ്ട്രത്തിൻ്റെ, മാതൃഭൂമിയുടെ അംഗമാണ്. മാതൃഭൂമിയാകട്ടെ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൻ്റെ അംഗമാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല, കുടുംബത്തിൽ തുടങ്ങുന്ന വ്യക്തിത്വമാണ്. അത് കഴിഞ്ഞ് സമാജത്തിലും രാഷ്ട്രത്തിലും ആഗോളാടിസ്ഥാനത്തിലുമുള്ള ഒരു വികാസം ഓരോ കുട്ടിക്കും ഉണ്ടായേ തീരുള്ളൂ. ഒരമ്മ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കുമ്പോൾ മനസ്സിൽ തോന്നണം, ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ ഈ ശിശു എൻ്റെ ഗൃഹശിശുവല്ല, ഈ രാജ്യത്തിൻ്റെ ശിശുവാണ്, പൗരനാണ്, ആഗോള പൗരനാണ് എന്നൊരു ബോധം സ്വയം വേണം ആ കുട്ടിക്കും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ മനസ്സ് വികസിക്കുള്ളൂ, ബുദ്ധി വികസിക്കുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാമായണം എന്ന് പറയുന്നത് ഇതിഹാസമാണ്. മഹാഭാരതവും ഇതിഹാസമാണ്. ഇതിഹാസ ശബ്ദത്തിന് എന്താ അർത്ഥം? ഇങ്ങനെ ആയിരുന്നു പോൽ, ഇങ്ങനെ ആയിരുന്നു പോൽ, ഇങ്ങനെ ആയിരുന്നു സ്ഥിതിഗതികൾ. മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിൽ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും പിന്തുടർന്നുകൊണ്ടിരുന്നതും. അതിന് ദൃഷ്ടാന്തം സ്ഥലം, സംഭവം, വ്യക്തി, അനുബന്ധങ്ങൾ ഇതെല്ലാം നിരത്തി നമുക്ക് തരുന്നതാണ് ഇതിഹാസം. ആ ഇതിഹാസം 2 എണ്ണത്തിൽ. രാമായണം ത്രേതായുഗത്തിൽ എഴുതിയതാണ്. ത്രേതായുഗത്തിൽ എഴുതിയതാണ് നമ്മുടെ ആദ്യത്തെ ഇതിഹാസം. നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? ഒന്ന് കൈ പൊന്തിക്കാൻ. സന്തോഷം.
നല്ല സന്തോഷമായി എനിക്ക്. ഞാൻ എത്ര അരുമയോടെയാണ് നിങ്ങളോടിത് പറയണതെന്നറിയോ? ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്ന്. ആ രാമായണം എഴുതിയത് ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം എന്ന് പറയുമ്പോൾ ചരിത്രാതീത കാലമാണ്. കാലം ചരിത്രാതീതമായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ ഇപ്പോഴും അത് ഉണ്ടല്ലോപ്പാ. അപ്പം നിങ്ങളുടെ പൂർവികരെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കണം? ഇത്രയും വലിയ ഒരു മുതൽ പോകാതെ സൂക്ഷിച്ച്, അത് പോകാതെ സൂക്ഷിക്കാൻ എന്താ വഴി? ഒരു വലിയ കല്ലറയുണ്ടാക്കി അവിടെ ഇട്ട് കല്ലുകൊണ്ട് മൂടുക അല്ല. അവനവൻ്റെ മനസ്സിൽ ഇത് പകർന്നെടുത്ത് പഠിച്ച് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ തലമുറയും ഇത് പകർന്നു വാങ്ങി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് തൻ്റെ സ്വന്തം കുടുംബം തറവാട് എങ്ങനെ നിൽക്കുമോ അതേമാതിരി ഈ സംസ്കാര തറവാടും ഇവിടെ നിർത്തിപ്പോന്നവരാണ് നമ്മുടെ പൂർവികർ. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. രാമായണം എന്ന് പറയുന്നത് എന്താ? ശ്രീരാമനെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതലായവരെ പറ്റിയിട്ടുള്ള ചരിത്രം, ഒരു രാജകുമാരൻ്റെ ചരിത്രം. ആ രാജകുമാരൻ്റെ ചരിത്രം എഴുതിയത് വാൽമീകി മഹർഷിയാണ്. ശ്രീരാമന് മുൻപും നല്ല നല്ല രാജകുമാരന്മാർ നമ്മുടെ സൂര്യവംശത്തിൽ ഉണ്ടായി കാണും. അവരെ പറ്റിയൊന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നത് രാമനുണ്ണിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കൗസല്യ, അച്ഛൻ ദശരഥൻ, മറ്റ് ഇളയമ്മമാരൊക്കെ ആരാ? കൈകേയി, സുമിത്ര, അതിലുണ്ടായ കുട്ടികൾ, അവരെയൊക്കെ നമുക്കറിയാം. അതെന്താ അങ്ങനെ? അതാണ് മഹർഷിയുടെ തൂലികയുടെ വിശേഷം. എത്രയോ പുത്രന്മാരും അച്ഛനമ്മമാരും ഒക്കെ ഇവിടെ ഉണ്ടായി എന്ന് വരാം. അവരെ പറ്റിയിട്ടൊന്നും ആരും പറയില്ല, കേൾക്കില്ല, എഴുതൂല്ല. എപ്പം മഹർഷി ഒരാളെ എടുത്ത് ചർച്ച ചെയ്തുവോ, ആ ചർച്ച മഹർഷിക്ക് വേണ്ടിയിട്ടല്ല, ദശരഥനോ രാമനോ വേണ്ടിയിട്ടല്ല, അത് വരുംകാലത്ത് ജനിച്ചു വളരാൻ പോകുന്ന ഭാരത സന്താനങ്ങൾക്ക് ഒട്ടാകെ ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് വാൽമീകി ആ എഴുത്ത് തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഒരു ദിവസം നാരദ മഹർഷി വാൽമീകിയുടെ കുടീരത്തിൽ വന്നു. വളരെ സന്തോഷമായി. ഒരു മഹർഷിക്ക് ഇനിയൊരാൾ വന്നാൽ വലിയ സന്തോഷമാണ്. ആ കുശലപ്രശ്നങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ചോദിച്ചു, മഹർഷിയെ, എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യമുണ്ട്, ജിജ്ഞാസയുണ്ട് എനിക്ക്. എന്താ അത്? ഈ ലോകത്തിൽ സത്യസന്ധനായി വല്ലവരുമുണ്ടോ? ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത്. ഉണ്ട്, ഇപ്പം ജീവിക്കുന്നു, വാഴുന്നു എന്ന് പറയണം. വെറും സത്യസന്ധത മാത്രം പോരാ. അതേ സമയത്ത് ധൈര്യം, പരാക്രമം, ത്യാഗം, കാരുണ്യം, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരാളിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂന്ന്. ചോദ്യം അവസാനിപ്പിക്കുമ്പോഴേക്കും നാരദ മഹർഷി പറഞ്ഞു, ഉണ്ട്, എനിക്കറിയാം. ഇതാണ് ഭാരതത്തിൻ്റെ വിശേഷത. എക്കാലത്തും ധർമാത്മാക്കളെ പ്രസവിച്ചു പോന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ മാതൃഭൂമി, ഭാരത ജനനി. ഒരു കാലത്തും ഇവിടെ നല്ലവർക്ക് വരൾച്ച വന്നിട്ടില്ല. എല്ലാ കാലത്തും പുഷ്കലമായി പൂർണ്ണമായി നന്മ ഇവിടെ വളർന്നു പോന്നിട്ടുണ്ട്. 10,000 പേരിൽ 9,850 പേരും തിന്മക്കാരാണെങ്കിലും ബാക്കിയുള്ളവരിവിടെ സജ്ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ പ്രബലമായി നിൽക്കുന്നത്. എത്രയെത്ര വിദേശ ആക്രമണങ്ങൾ ഇവിടെ വന്നു. ആ ആക്രമണങ്ങളെയൊക്കെ ഉൾക്കൊണ്ടും സഹിച്ചും ചിലപ്പോൾ തടുത്തും ചിലപ്പോൾ കുമ്പിട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞാലും ഇന്നും ഇവിടെ ഭാരതീയരാണ് കൂടുതൽ. എന്താ അതിന് കാരണം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിൻ്റെ വൈഭവം, നമ്മുടെ ബുദ്ധിയുടെ വൈഭവം, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി, പവിത്രത. ദൃശ്യം തോൽപ്പിച്ചാലും ദ്രഷ്ടാവായ ഈശ്വരൻ തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആണയിടുന്നവരാണ് നമ്മൾ. നിറഞ്ഞ സദസ്സിൽ ദ്രൗപദിയെ ദുശാസനൻ സാരി പിടിച്ചു വലിച്ചു. അവിടെ ഉള്ളവർക്ക് ഒരൊറ്റ ആൾക്ക് അതിൽ ഇടപെടാനുള്ള ധർമാവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിസ്സഹായയായി. ദൃശ്യപ്രപഞ്ചത്തിൽ ഒരാളും തന്നെ സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് ദ്രൗപദി അവിടെ ഇരുന്ന് ഹരേ ഹരേ എന്ന് പറഞ്ഞ് വിളിച്ചതും അവർക്ക് അഴിയാത്ത വസ്ത്രം ആരും അറിയാതെ അദൃശ്യ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദുശാസനോട് താൻ വലിക്കരുതല്ലോ എന്ന് പറഞ്ഞു വഴക്കിനൊന്നും പോയില്ല. പരമവൈഭവം. അവൻ വലിച്ചോട്ടെ എന്ന്
ഓന്തോടി ആ വേലി വരെ ആയിക്കോട്ടെ. വലിച്ചു വലിച്ച് വലിച്ചു വലിച്ച് സാരി കഴിയില്ല. ഇളിഭ്യൻ ഏഭ്യൻ കയ്യും കാലും കഴിച്ച് ഭൂ എന്ന് പറഞ്ഞ് അത് വിട്ടിട്ട് അവിടെ ഇരുന്നു. ഇങ്ങനെയാണ് ഈശ്വരൻ നമ്മളെ സഹായിക്കുന്നത്. ചെണ്ടകൊട്ടി അറിയിച്ച് ഞാൻ വരണു നിങ്ങളെല്ലാവരും വരൂ, ഫോട്ടോഗ്രാഫും ചാനലും വരട്ടെ, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെയാ കാര്യങ്ങൾ നടത്തുക. അവൻ വലിച്ചു, വലിക്കണ്ടെന്ന് പറഞ്ഞില്ല. എത്ര വലിച്ചാലും ദ്രൗപദിയുടെ അരയിലും ശരീരത്തിലും വസ്ത്രം ഒടുങ്ങണില്ല. പിന്നെ എന്തു ചെയ്യും? നാണം കെട്ടു, സ്വയം പിന്മാറി. ഇതിലേറെ ഒരു പരാജയം ലോകത്തിലുണ്ടോ? ആ ദ്രൗപദിയുടെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജന്മാവകാശമാണ് നമ്മുടെ ഹൃദയാധിപനോട് അണഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയാധിപനോട് അണഞ്ഞിരിക്കുന്നത്, ചേർന്നിരിക്കുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ആ ജന്മാവകാശത്തിൽ ഒരൊറ്റ ആളും കൈവയ്ക്കാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നല്ലവനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. ആരാ? രാമൻ. ആര്? ദശരഥന് ജനിച്ച 4 കുട്ടികളിൽ മൂത്തവൻ, സീമന്തപുത്രൻ. ആ കുട്ടി വളർന്നു വരണേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു തരാം മഹർഷേ. ബാക്കിയുള്ളത് അങ്ങ് സ്വയം ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. അയോധ്യ രാജധാനിയിൽ നടക്കുന്ന സംഭവം അങ്ങക്ക് കണ്ടുപിടിക്കാൻ ഒരു വിഷമവുമില്ല. തമസാ നദീ തീരത്തിലാണല്ലോ തപസ് ചെയ്യുന്നത്. ആര്? വാൽമീകി മഹർഷി. അദ്ദേഹം കണ്ടും കേട്ടും മനസ്സിലാക്കിയും എഴുതാൻ തുടങ്ങി അങ്ങനെ പോയപ്പോൾ അപ്പോഴാണ് പൂർണ്ണഗർഭിണിയായ സീതയെ രാമൻ ഉപേക്ഷിച്ചത്. എവിടെയാ ഉപേക്ഷിക്കാൻ പറഞ്ഞ ലക്ഷ്മണനോട്? ഒരു രാജാവ് തൻ്റെ ധർമ്മപത്നിയെ ഉപേക്ഷിച്ചാൽ ആരാ, ഏത് പ്രജയാ ആളെ എടുക്കുക? ഒരാൾക്ക് അതിനുള്ള അർഹതയില്ല. രാജാവിൻ്റെ ആജ്ഞയെയും രാജാവിൻ്റെ നടപടിയെയും കവച്ചു വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രഭാവമോ ധാർമ്മികതയോ വൈഭവമോ ഉണ്ടെങ്കിൽ അത് തപസ്വി ഹൃദയത്തിന് മാത്രമാണ്, മറ്റൊരാൾക്കുമല്ല. പരീക്ഷിത്ത് മഹാരാജാവ് ആ 16 വയസ്സായ കുട്ടി മുൻപിൽ വന്നപ്പോൾ എണീറ്റ് ദണ്ഡ നമസ്കാരം ചെയ്തു. പരീക്ഷത്തിൻ്റെ വയസ്സെത്ര? വന്ന ഉടുതുണി പോലും ഇല്ലാത്ത ശുഗമുനിയുടെ വയസ്സെത്ര? ഇതാണ് നമ്മുടെ വൈഭവം. അപ്പൊ ശ്രീരാമൻ എന്ത് തീരുമാനിച്ചു? ഞാൻ സിംഹാസനത്തിന് ഉയർത്തിപ്പിടിച്ച് ഇക്ഷ്വാകു വംശത്തിൻ്റെ മഹിമ നിലനിർത്താൻ വേണ്ടി എനിക്ക് വ്യക്തിയുമായി കല്യാണം കഴിച്ച ഭാര്യയെ, സീതയെ, അവൾ നല്ലപോലെ ശുദ്ധയാണ്. അവൈമി ചൈനാമനഘേതി കിന്തു ലോകാപവാദോ ബലവാൻ മതോ മേ. സീത അപാപയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്നാലും ലോകാപവാദം ചാർത്തിയ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ ഉപേക്ഷിക്കണം. എവിടെ ഉപേക്ഷിക്കണം? വാൽമീകിയുടെ കുടീരത്തിൻ്റെ അടുത്ത്. അവിടെ ചെന്നിട്ടേ പറയാവൂ രാമൻ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഉപേക്ഷിച്ചു. ഇവരെല്ലാവരും വന്നു. സീത അവിടെ ഇരുന്ന് കരഞ്ഞു തുടങ്ങി. വാൽമീകിയുടെ ശിഷ്യന്മാരവിടെ വന്നു നോക്കിയപ്പോൾ വളരെ സുന്ദരിയായി ഗർഭിണിയായിരിക്കുന്ന ഒരു സീത അനാഥത്വത്തിൽപ്പെട്ട് കരയണു. വിവരങ്ങൾ അന്വേഷിച്ച് ചെന്ന് പറഞ്ഞപ്പോൾ മഹർഷി തന്നെ വന്നിട്ടോ, എൻ്റെ മോളെ, ഞാൻ നിന്നെയും കുറ്റം പറയുന്നില്ല, നിൻ്റെ ഭർത്താവിനെയും കുറ്റം പറയണില്ല. നമുക്കിപ്പോൾ ആവശ്യം നിൻ്റെ സുരക്ഷയാണ്. നിനക്ക് ഗർഭശുശ്രൂഷ ചെയ്ത് പ്രസവം വേണ്ടതുപോലെ നടത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ എൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിക്കാം. ഒരിക്കലും ദുഃഖിക്കേണ്ട, വേവലാതിപ്പെടണ്ട. ഗർഭമുള്ളപ്പോൾ ദുഃഖിക്കുന്നതിൽ ശരിയല്ല, കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ്റെ ജീവചരിത്രം എന്നുള്ള നിലയ്ക്ക് എഴുതാൻ തുടങ്ങിയ ഗ്രന്ഥം ഇപ്പം എന്തായി? വാൽമീകിയുടെ ആത്മചരിത്രം കൂടിയായി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഒരു ജീവചരിത്രമാണ് എഴുതാൻ പുറപ്പെട്ടത്. അതെങ്ങനെ എഴുതി? ആ ജീവചരിത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കാളിയായി നേരിട്ട് കണ്ടിട്ട് എഴുതിയ ചരിത്രമാണ്. സാധാരണ ചരിത്രങ്ങളൊക്കെ എങ്ങനെയാ? സംഭവങ്ങൾ നടന്ന് 100, 200, 300, 400 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആർക്കൈവ്സിൽ പോയി എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ നോക്കി അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് ഇവിടെ ഇരുന്നിട്ട് എഴുതുകയാണ് 400 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച്. ആ എഴുത്ത് എത്രത്തോളം കേമാവും നിങ്ങൾ തന്നെ പറയും.
ഈ എഴുത്ത് അങ്ങനെയല്ല. സമകാലീനനായിരുന്നു കൊണ്ടാണ് എഴുതുന്നത്. തൻ്റെ മുൻപിൽ നടക്കുന്നതായ ചരിത്രം താൻ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് താൻ അതിൽ പങ്കാളിയുമായി എഴുതിയിട്ടുള്ള ചരിത്രമാണ്. അതുകൊണ്ടത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഓട്ടോബയോഗ്രഫി രാമായണം എന്ന് പറയുന്നത്. മഹാഭാരതമോ ഇതിലും വിശേഷപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫിയാണ് പൂർണ്ണമായും. വാൽമീകി മഹർഷി എഴുതിയത് കുറേ കഴിഞ്ഞപ്പോഴേ താൻ അതിൽ പങ്കാളിയായുള്ളൂ. വ്യാസദേവൻ ചിത്രീകരിച്ചതോ തന്നിൽ നിന്ന് ഉദ്ഭവിച്ച അങ്ങോട്ട് വളർന്നു വന്ന 6 തലമുറകളെക്കുറിച്ചാണ് പറയുന്നത്. വ്യാസദേവൻ്റെ മകൻ 3 മക്കളാണല്ലോ, വിതുരൻ, പാണ്ഡു, ധൃതരാഷ്ട്രൻ. അവരുടെ ചരിത്രമാണ് അദ്ദേഹം എഴുതുന്നത്. അർജുനൻ്റെ പുത്രൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്ത്, പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയൻ. ആ ജനമേജയൻ്റെ സത്രത്തിൽ വായിച്ചു കേൾപ്പിച്ചതാണ് ഈ മഹാഭാരതം. രാമായണമോ എഴുതിയതിന് ശേഷം ലവകുശന്മാരെ, ശ്രീരാമൻ്റെ പുത്രന്മാരെ പഠിപ്പിച്ചു. അവർ രാജധാനിയിൽ ചെന്ന് ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും കേൾക്കത്തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അവർ പറഞ്ഞു, എത്ര നന്നായിട്ടുണ്ട്, വിദൂര സംഭവങ്ങളൊക്കെ സമീപസ്ഥമായിട്ടുണ്ടല്ലോ, എത്ര കേമായി. അവർക്ക് ആർക്കും അതിലൊരു തെറ്റോ ഒരു പിഴവോ ഒരു നീക്കോ ഒരു പോക്കോ കാണാൻ പറ്റിയില്ല. ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ, ഭാരതത്തിൻ്റെ ചാരിത്ര്യം. നമ്മുടെ ലേഖകന്മാരുടെയും എഴുത്തുകാരുടെയും ചാരിത്രമാണിത്. അവരെഴുതുന്നത് സമ്മതിക്കാൻ ആരെപ്പറ്റി എഴുതിയോ അവർ സമ്മതിക്കുന്നു. അത് ഒരു ചരിത്രം എഴുതി, ആരെപ്പറ്റി എഴുതിയോ അവരൊക്കെ മണ്ണടിഞ്ഞു പോയി. ഈ ചരിത്രകാരൻ പറഞ്ഞ് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അതിലർത്ഥം? ചൈനക്കാർ യാത്രക്കാർ ഇവിടെ വന്ന് ഇരുന്നു അത്രേ, കണ്ടു അത്രേ, കേട്ടു അത്രേ, ഇതാ എഴുതി വെച്ചിരിക്കുന്നു. അതായി നമുക്ക് പ്രമാണം. ഈ ചരിത്ര ഗ്രന്ഥങ്ങളെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് വിലമതിക്കാൻ സാധിക്കാത്തവരായിരുന്നു നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. ഒന്നിലോ അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ സാധിച്ചിട്ടും വില കൽപ്പിച്ചില്ല. എത്ര അനുശോചനീയമാണ് ആ സംഭവം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാമായണം, ഇതിഹാസം എന്ന് പറയുന്ന 2 ചരിത്ര ഗ്രന്ഥങ്ങളാണത്. ചരിത്രം, നടന്ന സംഭവങ്ങളെ, സ്ഥലം, സംഭവം, വ്യക്തി, അനുബന്ധങ്ങൾ എല്ലാം വിവരിച്ചുകൊണ്ട് കാര്യകാരണസഹിതം. ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ശ്രീരാമൻ തന്നെ പറയണു എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന്. എല്ലാറ്റിനും കാരണം പറഞ്ഞുകൊണ്ടാണ് സർവ്വതും ചെയ്യുന്നത്. അപ്പോൾ ഓരോ കക്ഷിയെ കൊണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് വേണ്ടത്ര സാദൃശ്യമുണ്ടതിൽ. ഈ രാമായണം ചിത്രീകരിച്ചത് ത്രേതായുഗ സംഭവങ്ങളെയാണ്. ആ ത്രേതായുഗ സംഭവങ്ങൾ അന്ന് ശരിയായിരുന്നു. അത് കഴിഞ്ഞ് ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം അവസാനിക്കാറായ സന്ദർഭത്തിലാണ് മഹാഭാരത രചന. ഒരു 1.5 യുഗത്തിന് ശേഷം സമാജം ഒരുപോലെ ഇരിക്കില്ല. വാൽമീകി ചിത്രീകരിച്ചത് സുന്ദര സാഹോദര്യം. എന്താ മിണ്ടാത്തെ? ഒന്ന് പറയണപ്പാ. സുന്ദര സാഹോദര്യം. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അവരുടെ സാഹോദരത്തിൻ്റെ വൈഭവം എത്രയായിരുന്നു. കൈകേയി അതിൽ പ്രദുഷ്ടമായ ചില പ്രവൃത്തികൾ ചെയ്ത് ഇടപെട്ട് തകരാറ് വരുത്താൻ നോക്കി. മക്കൾ സമ്മതിച്ചില്ല. രാമനാകട്ടെ, ഭരതനാകട്ടെ, മറ്റുള്ളവരാകട്ടെ സമ്മതിച്ചില്ല. അമ്മ പറയണത് തെറ്റ്, എനിക്ക് വേണ്ടി രാജ്യം തട്ടിയെടുത്തത് വലിയ തെറ്റ്, അമ്മയെപ്പോലെ ഒരു മഹാപാപിക്ക് മകനായല്ലോ ഞാൻ. നിങ്ങളുടെ മുലപ്പാല് കുടിച്ചത് ശരിയാണ്, പക്ഷേ മനസ്സിലുള്ള വിഷം ഞാൻ കുടിച്ചെടുത്തിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠനില്ലാത്തത് എനിക്ക് വേണ്ട. ഞാൻ അയോധ്യയിലിരിക്കില്ല, നന്ദിഗ്രാമത്തിൽ പോകും. എൻ്റെ സഹോദരൻ്റെ മെതിയടികളെ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിക്കും. 14 കൊല്ലം ക്ഷമിക്കും. അത് കഴിഞ്ഞ പിറ്റേന്ന് രാമൻ ജ്യേഷ്ഠൻ വന്നില്ല എന്ന് വന്നെങ്കിൽ ഞാൻ അഗ്നിയിലെടുത്ത് ചാടും. കേൾക്കണുണ്ടോ നിങ്ങൾ? കേൾക്കണുണ്ടോപ്പാ? ഞാൻ എന്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്? മനുഷ്യ മനസ്സിൻ്റെ ചരിത്രം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ ഒരു മനസ്സ്. രാമന് പാഞ്ചഭൗതികമായ ഒരു ശരീരമായിരുന്നു, നിങ്ങൾക്കുമുണ്ട്. അതിനുള്ളിലൊരു മനസ്സുണ്ട്, വൈകാരികം, ബുദ്ധിയുണ്ട്, യുക്തിസഹമായിട്ടുള്ളത്, അഭിമാനിക്കാൻ ഒരു അഹങ്കാരവുമുണ്ട്. ഇതൊക്കെ നമുക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് രാമൻ കാട്ടിലേക്ക് പോയതും അവിടെ ഉള്ളതൊക്കെ ഉണ്ടായതും അനുഭവിച്ചതുമെല്ലാം തന്നെ സീതയെ ഉപേക്ഷിച്ചതുമൊക്കെ. ആ സുന്ദര സാഹോദര്യം അമ്മ തട്ടിയെടുത്ത് കാപട്യം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ മകൻ ഞാനതിൽ കൂട്ടാളിയല്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി നിന്നത്, ആ സംഭവം ആകെ തലകീഴായി. ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിൽ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രന്മാരുടെയും മക്കൾ ഒരേപോലെ വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നതിൽ ഭൂരിപക്ഷമുള്ളവർ 100-101 കുട്ടികള് ഭീഷ്മൻ പറഞ്ഞത് കേട്ടില്ല. അവർക്കാവശ്യം ദുഷ്ടതയാണ്, അനീതിയാണ്, അക്രമമാണ്, ദുരയാണ്, കൊതിയാണ്, അസഹിഷ്ണുതയാണ്. എന്നാൽ 5 പേരുള്ള പാണ്ഡവന്മാർ സ്വൽപ്പം പോലും ധർമ്മത്തിൽ നിന്ന് തെറ്റരുതെന്ന് നിർബന്ധമായിരുന്നു യുധിഷ്ഠിരൻ. ഒരേ കുടുംബത്തിൽ ജനിച്ച 2 സഹോദര വൃന്ദം, ഒന്നിൽ 5, മറ്റൊന്നിൽ 100-ഉം 101. ആ 100 പേരാണ് പിഴച്ചത്, 5 പേര് പിഴയ്ക്കാതെ നിന്നു. അപ്പം 5-നെതിരെ 100. എന്നിട്ടും ആ 5 പേർ അവരുടെ പിടിയിൽ തന്നെ പിടിച്ചു നിന്നു. അവരുടെ മൂല്യങ്ങളോ തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ ആദർശങ്ങളോ സ്വല്പം പോലും മായം ചേർക്കാതെ വിട്ടുകളയാതെ അവർ തുടർന്നു. അതിനവർക്ക് സാധിച്ചു. നിരന്തരം പീഡ, ചതി, കളവ്, ഇതൊക്കെയാണ് ദുര്യോധനൻ പ്രയോഗിച്ചത്. ക്ഷണിച്ചു വരുത്തി അരക്കില്ലത്തിൽ പാർപ്പിച്ച് അതിൽ തീ കൊടുത്ത് കത്തിച്ചു കളയാൻ നോക്കി ആര്? ദുര്യോധനൻ. നമ്മുടെ ടെററിസ്റ്റുമാർ ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ടില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്താ? ഭാരതത്തിൻ്റെ ചരിത്രമാണ് ഭൂമാനന്ദ സ്വാമി പറയുന്നതപ്പാ. എവിടുന്നാ പറയണേ? ഇതാ എഴുതി വച്ചിരിക്കുന്നു. 1,25,000 ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ. അദ്ദേഹത്തിന് ഇല്ലാത്ത സംഭവം എഴുതേണ്ട ആവശ്യം എന്താ? ചരിത്രകാരന്മാരെ എഴുതുന്നത് തന്നെയല്ലേ നമ്മളുടെ പ്രമാണം. വേറെ എന്താ നമുക്ക് പ്രമാണം? അപ്പോൾ യുഗം അങ്ങോട്ട് മാറിയപ്പോൾ മുത്തശ്ശൻ നല്ലപോലെ പഠിപ്പിച്ചു കൊടുത്താലും 100 പേരത് ഉൾക്കൊണ്ടില്ല, 5 പേര് ഉൾക്കൊണ്ടു. അവർ തമ്മിൽ പിണക്കമായി, നിവൃത്തിയില്ലാതെ പലതും നടന്നു. അങ്ങനെ പലതും നടന്നതിന് ശേഷം ദ്രൗപദിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എന്തൊക്കെയോ മനസ്സിലായത്, പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല എന്ന്. ഉടനെ ധൃതരാഷ്ട്രൻ അവരെ വിളിച്ച് അവർക്ക് പകുതി രാജ്യം കൊടുക്കുക എന്ന് തീരുമാനിച്ചു. ആ പകുതി രാജ്യം എന്ത് രാജ്യം? മരുഭൂമി. അപ്പോഴും കുരുടൻ, കണ്ണിനെ കുരുടൻ, കണ്ണുകൊണ്ടാണ് കുരുടത്തം, മനസ്സിന് കുരുടത്തല്ല. എൻ്റെ മോന് നല്ലത് കിട്ടണം, മറ്റുള്ളവർക്ക് കൊല്ലാത്തത് കൊടുക്കണം. എന്നിട്ട് ഒന്നിനും കൊള്ളാത്ത തരിശ് ഭൂമി അവർക്ക് കൊടുത്തു. യുധിഷ്ഠിരൻ ഒന്നും പറഞ്ഞില്ല, അതെങ്കിൽ അതെന്നും പറഞ്ഞ് ഒരു വിരോധമില്ല. എൻ്റെ പോയി നല്ല പോലെ കഷ്ടപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥം അതിരമണീയമായി വളർന്നു, തഴച്ചു, പരന്നു, ഗംഭീരമായി. അതിൽ മയൻ ഒരു സഭാഗൃഹമുണ്ടാക്കി കൊടുത്തു സമ്മാന രൂപത്തിൽ. അതൊക്കെ കഴിഞ്ഞ് സഹോദരന്മാരെ ഒന്ന് വിളിക്കുക, നല്ല കാര്യം ഷെയർ ചെയ്യുമ്പോൾ പങ്കെടുക്കുമ്പോൾ എല്ലാവരും വേണമല്ലോ എന്ന് പറഞ്ഞ് ദുര്യോധനെ ക്ഷണം കൊടുത്ത് വിളിച്ചിരുത്തി എല്ലാം കണ്ടു. ദുര്യോധന അവിടെ നടന്ന് കണ്ടു. അപ്പാ എന്തെങ്കിലും നല്ലതോ സഹോദരന്മാരുടെ നേട്ടോ കണ്ട അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഈ മനുഷ്യൻ്റെ മനസ്സിൽ അവിടെ നിന്ന് മടങ്ങിപ്പോയി അമ്മാവനോട് പറയണു, എൻ്റെ അമ്മാമ എനിക്ക് ഉറങ്ങാൻ വയ്യ. ഈ യുധിഷ്ഠിരന് ഇത്രയധികം അഭിവൃദ്ധി എങ്ങനെയുണ്ടായി? അവരെ മരുഭൂമിയിലേക്ക് അയച്ചാൽ നശിക്കുന്ന ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പം മറിച്ചാണ് ഉണ്ടായിരിക്കണേ. നമ്മുടെ ഹസ്തിനപുരം ഒന്നിനും കൊള്ളില്ല. ഇന്ദ്രപ്രസ്ഥോ ഗംഭീരം. അവിടുത്തെ പൊലിമ എന്താ സ്ഥിതി? എനിക്ക് ഉറക്കം വരണില്ല, ഉണ്ട ചോറ് ദഹിക്കണില്ല. അപ്പോൾ അമ്മാവൻ കേമന. അമ്മാവൻ പറഞ്ഞു, എൻ്റെ മരുമനെ ദുഃഖിക്കരുത്, ക്ലേശിക്കരുത്. എൻ്റെ കയ്യിൽ കള്ളച്ചൂത് കളിക്കാനുള്ള അറിവുണ്ട്. നമുക്കവരെ ചൂത് കളിക്ക് വിളിക്കുക. കാര്യം പിന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്നായി.
അങ്ങനെ ചൂതുകളിക്ക് വിളിച്ച്, ഞാൻ കളിക്കില്ല, എൻ്റെ പകരം അമ്മാമൻ, ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത നിയമം, ഞാൻ ഊണ് കഴിക്കണില്ല, എനിക്ക് പകരം വേറൊരാൾ, ആരെങ്കിലും പറയാറുള്ളൂ? കളിക്കണത് അവരവരുടെ സന്തോഷത്തിനാണ്, എനിക്ക് പകരം വേറൊരാളെന്ന് അങ്ങനെയുണ്ടോ? ഈ ദുര്യോധനൻ അതും പറഞ്ഞു. യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പതിവില്ലല്ലോ. എന്നാലും ഈശ്വരഹിതം എന്തോ നടക്കട്ടെ എന്ന് പറഞ്ഞ് കളിക്കാൻ സമ്മതിച്ച്, എന്നിട്ടാണ് ഈ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമൊക്കെ ഉണ്ടാക്കി അവസാനം യാഗശാലയുടെ മുകളിൽ കഴുകന്മാർ പറന്നു തുടങ്ങി, കഴുതകൾ കരയാൻ തുടങ്ങി. പല ദുശ്ശകുനവും കണ്ടപ്പോൾ ധൃതരാഷ്ട്രന് പേടിയായി. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ദ്രൗപദിയെ അങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. വിളിച്ചു. എൻ്റെ മോളെ, എനിക്ക് അനവധി മരുമക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അതിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടവളാണ് നീയും നിൻ്റെ ഭർത്താക്കന്മാർക്ക് ഒരു അപരാധവും ഇല്ല, എല്ലാവരും മുക്തരാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം അവസാനിച്ചത്. അത് കഴിഞ്ഞ് പോവാൻ പുറപ്പെട്ടപ്പോൾ രണ്ടാമതും വിളിക്കണു. ആര്? ഈ ദുര്യോധനൻ ചൂതുകളിക്ക്. അവിടെ വന്നിട്ട് ഇപ്പം നമുക്ക് രാജ്യം, വ്യക്തികളിലൊന്നും വെച്ച് കളിക്കണ്ട, രാജ്യമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് 12 കൊല്ലം വനവാസവും 1 കൊല്ലവും അജ്ഞാതവാസമായിട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് വിരാട രാജ്യത്ത് അജ്ഞാതവാസത്തിന് താമസിച്ച് ആ പറഞ്ഞ അവധി കഴിഞ്ഞ ദിവസമാണ് ദുര്യോധനനും ഭീഷ്മനും കർണനും ദ്രോണനും എല്ലാവരും കൂടി ഒരു ആക്രമണത്തിന് വന്നത്. ആ ആക്രമണത്തിൽ അവരെ തോൽപ്പിച്ചു പറഞ്ഞയച്ചു. ആര്? ധനഞ്ജയൻ, അർജുനൻ. അപ്പോഴേക്കും നോക്കി, എന്താ അർജുനനാണ്, വേറൊരാൾക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ അവധി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ രാജ്യം തിരിച്ചു ചോദിച്ചു. തരില്ല, യുദ്ധം ചെയ്തെടുത്തോളൂ, ഞാൻ തരില്ല. ദുര്യോധനൻ്റെ പിടുത്തം. അപ്പം പിന്നെ എന്താ വഴി? യുദ്ധത്തിന് വട്ടം കൂട്ടണം, വലിയ രക്തച്ചൊരിച്ചിലുണ്ടാവും, ഇങ്ങനെ പലതും ഉണ്ടാവും, അതുകൊണ്ട് എന്തു വേണം എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇത് പറ്റില്ല എൻ്റെ കൃഷ്ണ, കൃഷ്ണൻ തന്നെ പോണം എൻ്റെ പ്രതിനിധിയായി, അവിടെ ദൂതിന് പോകണം, ദൗത്യം നിർവഹിക്കണം, എന്നിട്ട് വല്ല വിധവും പറഞ്ഞ് സമാധാനിപ്പിച്ച് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നു. ദുര്യോധനൻ പറഞ്ഞാൽ കേൾക്കില്ല. സഹിധർമ്മം ച ലോകം ച ത്യക്വാചരതി ദുർമതി നച സന്തപ്യതേ തേന തഥാരൂപേണ കർമ്മണ. അവനെല്ലാം വിട്ട് മനുഷ്യരോടുമില്ല, സമുദായത്തോടുമില്ല ഒരു ബഹുമാനം, അവരെന്ത് പറയുന്നൊരു വിചാരമില്ല, ധർമ്മമില്ല, സത്യമില്ല. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്താ കാര്യം? എന്നാലും ജ്യേഷ്ഠൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പോവാം, വല്ല അപകടവും വരുമോ കൃഷ്ണ? ഏയ്, അതിനെപ്പറ്റി ഭയപ്പെടരുത്. എനിക്ക് ദേഷ്യം വന്നാൽ ഈ ഭൂമി അത് താങ്ങില്ല. ദാരുകനെ വിളിച്ച് നല്ല കുതിരകളെ പൂട്ടാൻ പറഞ്ഞ അസ്ത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ചെന്ന്, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അവിടെ പോയപ്പോൾ കൃഷ്ണനെ സ്വാഗതം ചെയ്യാനും ഊണ് കഴിക്കാനും ഒക്കെ ദുര്യോധനൻ ഗംഭീരമായിട്ട് വട്ടം കൂട്ടിയിട്ടുണ്ട്. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അധികം നിൽക്കാതെ ഊണിന് വിളിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിതുരൻ്റെ അവിടെ പോയി ഊണ് കഴിച്ചു. എന്താ കൃഷ്ണ അങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് കൃഷ്ണൻ. മഹാഭാരതാണ് കേട്ടോ. സംപ്രീതി ഭോജ്യാനി ആപദ്ഭോജ്യാനി വാ പുനഃ നച സംപ്രീയസേ രാജൻ നചൈവാപദ്ഗതാ വയം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സംപ്രീതി ഭോജ്യാനി, നിങ്ങൾ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്ന് ഊണ് കഴിക്കണം കേട്ടോ, വരണേ, ഇതൊരു വലിയ മോഹമാണ്, എനിക്ക് ആശയാണ്, വരണം, ഞാൻ വലിയ കൃതാർത്ഥനാവും എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവിടെ പോവാം. അതല്ലെങ്കിലോ ആപദ്ഭോജ്യാ വാ പുനഃ സംപ്രീതി ഭോജ്യാനി ആപദ്ഭോജ്യാനി വാ പുനഃ. ആരെങ്കിലും വളരെ സ്നേഹമസൃണമായി ക്ഷണിച്ചു, നമ്മൾ അവിടെ പോയി ഊണ് കഴിച്ചാൽ അവർക്ക് നല്ല സന്തോഷവും കൃതാർത്ഥതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോകാൻ തോന്നും. അതല്ലെങ്കിലോ നമ്മൾ യാത്ര ചെയ്യുകയാണ്, പോവുകയാണ്, വിശന്നു, ഇനി ഒരടി എടുത്തു വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ അവശനായ എനിക്ക് എന്തെങ്കിലും ഒരു പിടി തരൂ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നമുക്ക് ചോദിക്കാമെന്ന്. ദുര്യോധൻ്റെ കാര്യത്തിൽ നച സംപ്രീയസേ രാജൻ, എന്നെ വിളിച്ചത് വളരെ സന്തോഷമാവും എൻ്റെ മനസ്സിന് എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല വിളിച്ചത്, എന്നെ സ്വാധീനിക്കാനാണ് വിളിച്ചത്. നചൈവ ആപദ്ഗതാവയം,
ഞാൻ കണ്ടമാനം ക്ഷീണിച്ച് എനിക്ക് ഒരടി എടുത്തു വയ്ക്കാൻ വയ്യ, ദുര്യോധൻ്റെ ഗൃഹത്തിലെത്തി നിന്നാൽ എന്തെങ്കിലും വാതിൽ തട്ടി ചോദിക്കാം എന്നുള്ളൊരു ഗതികേട് എനിക്കും വന്നിട്ടില്ല. എന്തു പറയൂ കാര്യങ്ങൾ. കൃഷ്ണൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെയാണ്. എന്ത് കാര്യം ചെയ്യണോ അതിന് ന്യായവും സത്യവും ധർമ്മവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. അതാണ് ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ പ്രവൃത്തികൾക്കും ന്യായാന്യായങ്ങൾ പരിഗണിച്ച് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അവസാനം ചെന്ന് ഇറങ്ങി ആര്? കൃഷ്ണൻ. അപ്പോൾ രണ്ടാൾക്ക് ഒരുപോലെ ബന്ധപ്പെട്ടവനാ. അപ്പോൾ സാത്വികിയുടെ കയ്യും വേറൊരാളുടെ കയ്യും പിടിച്ചിട്ടാണ് അവിടെ ചെന്നത്. അപ്പം പിന്നെ വേറൊരാൾ വന്ന് പിന്നെ രണ്ട് കൈയുള്ളതിൽ പിടിക്കില്ലല്ലോ. രണ്ട് കൈയും ഓരോരുത്തർക്കാണ് കൊടുത്തു. അപ്പം പിന്നെ വന്ന് പിടിക്കില്ല. നോക്കൂ എന്താണ് ബുദ്ധിവിശേഷം. ഒരു കൈ പിടിച്ച് സാത്വികയുടെ കൈ പിടിച്ച് മാത്രം, സാത്വികയുടെ കൈ മാത്രം പിടിച്ച് പോയാൽ മറ്റേ കൈ ഓടി വന്ന് പിടിച്ചാലോ? പിന്നെ കുഴപ്പമില്ലേ? അവിടെ ചെന്ന് താനിക്ക് പറയാനുള്ളത് പറഞ്ഞു, പാണ്ഡവന്മാർക്ക് ഓരോരുത്തരും പറയാനുള്ളത് പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞത്? സൂചി കുത്തൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കൊല. സൂചി കുത്താനുള്ള പഴുത് ഭൂമി പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നിവൃത്തിയില്ല. യുദ്ധം നിശ്ചയിച്ച് ഇന്ന ദിവസം തുടങ്ങാം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് കൃഷ്ണൻ പോയത്. ഇത്രയും സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ? ആ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹക്കുറവ്, വൈരാഗ്യം അത് എത്രമാത്രം മൂത്തു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാം നിശ്ചയിച്ച് മടങ്ങി വന്നു. യുദ്ധം ഉണ്ടാവുമെന്ന് ഉറപ്പായപ്പോൾ എന്തു ചെയ്തു? വേദവ്യാസൻ്റെ പുത്രനാണല്ലോ ആര്? ധൃതരാഷ്ട്രൻ. കണ്ണ് കാണൂല്ല, പാണ്ഡു മരിച്ചുപോയി. അദ്ദേഹം വന്നു. എൻ്റെ മോനെ, നിനക്ക് ഈ യുദ്ധം നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ദിവ്യദൃഷ്ടി തരാം. ധൃതരാഷ്ട്രൻ പറഞ്ഞു, മഹർഷിയെ വേണ്ട. ഈ യുദ്ധത്തിൽ എന്താ വരാൻ പോണേന്നുള്ളത് ഒരളവ് വരെ എനിക്കറിയാം. എൻ്റെ മക്കൾ ദുഷ്ടന്മാരാണ്. അവരെല്ലാവരും ഈ മൂത്ത ചക്ക വീഴുന്ന മാതിരി ഓരോന്നായിട്ട് വീണ് മരിക്കും. ഇതേത് പിതാവിനാ കാണാൻ പറ്റുക? അതുകൊണ്ട് എനിക്ക് വേണ്ട ദിവ്യദൃഷ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ വഴി? വിശ്വസ്തനായിരിക്കുന്ന സഞ്ജയനുണ്ടവിടെ. ആ സഞ്ജയന് ഒരു ദിവ്യ പ്രഭാവം കൊടുത്തു. ആരും കാണില്ല സഞ്ജയ നിന്നെ, എവിടെ വേണമെങ്കിൽ അവിടെ പോവാം. യുദ്ധത്തിൽ തുറന്നു ചെയ്യുന്നതും ഒളിച്ചു ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പടക്കളത്തിലോ അതോ പടയാളികളുടെ താമസ സ്ഥലത്തോ എന്ത് നടന്നാലും കാണാൻ പറ്റും. നിന്നെ ഒരു ശരമേൽക്കില്ല, ഒരാളുടെ ദൃഷ്ടിയിലും പെടൂല്ല. എല്ലാം കണ്ടു മനസ്സിലാക്കി നീ മഹാരാജാവിനോട് പറയേ എന്ന് പറഞ്ഞ് മഹർഷി പോയി. മഹർഷി പോയതും സഞ്ജയൻ വിവരണം ആരംഭിച്ചു. യുദ്ധം തുടങ്ങിയിട്ടില്ല. ആ വിവരണത്തിൽ നമ്മുടെ പുണ്യഭാരതത്തിൻ്റെ അതിർത്തികളേത്, അതിലുള്ള മഹാപർവ്വതങ്ങൾ, മഹാനദികൾ, പുണ്യസങ്കേതങ്ങൾ, ഓരോന്നിൻ്റെയും വൈഭവം, ചരിത്രം, മഹാത്മ്യം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഠാപ്പ് യുദ്ധം തുടങ്ങി. അപ്പോൾ കുരുക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ 1-ാം ദിവസം, 2-ാം ദിവസം, 3, 4, 5, 6, 7, 8, 9 ദിവസം ആ യുദ്ധത്തിൻ്റെ ജ്വരത്തിൽ അവിടെ തന്നെ നിന്നു. 10-ാം ദിവസം അജയ്യനായിരിക്കുന്ന ഭീഷ്മൻ രഥത്തിൽ നിന്ന് താഴെ മറിഞ്ഞു വീണു. ഇതങ്ങോട്ട് കണ്ടപ്പോൾ സഞ്ജയന് സ്വയം വിശ്വസിക്കാൻ പറ്റിയില്ല. മനസ്സാകെ താളം തെറ്റി. എന്താ ഈ പറയുന്നത്? പ്രാജ്ഞം പരായണം. വലിയ പ്രാജ്ഞനാണ്, വലിയ ജ്ഞാനിയാണ്, പരശുരാമനെ പോലും തോൽപ്പിച്ചവനാണ്. പാണ്ഡവന്മാരോട് യാതൊരു എതിർപ്പും അദ്ദേഹത്തിനില്ല, അനുഗ്രഹമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു മുത്തശ്ശനെ അർജുനൻ കൂർത്തുമൂർത്ത ശരം പ്രയോഗിച്ച് തട്ടിയിട്ടൂ അങ്ങോട്ട് കേൾക്കുമ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കാതെ ഇരിക്കും? ഈ സംഭവമെങ്കിലും ഉടനെ മഹാരാജാവിനോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞ് ഓടിയിട്ട് സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ. ഞാൻ സഞ്ജയനാണ്, കുരുടനാണല്ലോ, പറഞ്ഞില്ലെങ്കിൽ അറിയില്ലല്ലോ.
അങ്ങയ്ക്ക് നമസ്കാരം. ഭീഷ്മനിതാ രഥത്തിൽ നിന്ന് താഴെ വീണിരിക്കണു, അർജുനൻ്റെ ശരങ്ങളേറ്റ്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ധൃതരാഷ്ട്രന് അതിലും വലിയ ഉൾമറിച്ചൽ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാരാണിത് ചെയ്തത്? എൻ്റെ മക്കളോ പിഴച്ചവരാണ്, ദുഷ്ടന്മാരാണ്. പാണ്ഡവന്മാരങ്ങനെയല്ലല്ലോ. നീ പറയുന്നത് പാണ്ഡവന്മാരിൽ ഏറ്റവും മികച്ച അർജുനൻ്റെ ശരമേറ്റ് വീണു എന്നാണല്ലോ. ഈ കൊടും കൈ, ഈ മഹാപാപം ചെയ്യുന്നതിൽ പാർത്ഥന് ഒരു ഭയവുമുണ്ടായിരുന്നില്ലേ, സംശയവുമുണ്ടായിരുന്നില്ലേ? ഞാനിത് എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇതിൻ്റെ അർത്ഥം എന്താ? ധർമാധർമ്മോ ബലവാൻ സംപ്രാപ ഇതി മേ മതിഹി. ധർമ്മത്തിന് ബലമില്ലാതെയായിരിക്കുന്നു, അധർമ്മമാണ് ബലവാൻ. ധർമ്മം ശക്തമായിരിക്കാം അടുത്ത കാലം വരെ, ഇപ്പം അധർമ്മം തന്നെയാണ് ശക്തം. എന്താ ഈ പറയണേ സഞ്ജയ? എനിക്കിത് കേൾക്കാൻ പറ്റണില്ലല്ലോ. എൻ്റെ മനസ്സും കുടൽമാലയും രണ്ടും മറിയാണല്ലോ ചെയ്യണത്. എനിക്ക് നീ പറയുന്ന വിവരം മനസ്സിലാക്കാൻ പറ്റില്ല. ഭീഷ്മൻ വീണതോടുകൂടി എൻ്റെ സൈന്യം മുഴുവനും നശിച്ചതായി എനിക്ക് തോന്നുന്നു. എൻ്റെ പുത്രന്മാരിൽ ഒരാളും ഇനി മിച്ചം വരാൻ പോണില്ല. വേണ്ടത്ര വൈരം നമ്മുടെ ദുര്യോധനൻ ഓരോരുത്തരിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഭീമനിലെല്ലാം. ഞാനിത് എങ്ങനെ സഹിക്കും? നീ ഇനി പറയാൻ പോകുന്ന വിവരണം കേട്ട് ഗ്രഹിക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ആത്മബലം തരണം. അതിന് വല്ല സംഭവം നീ പറഞ്ഞു തരാനുണ്ടോ? ഈ യുദ്ധകളത്തിൽ രണ്ടു കൂട്ടരും വന്ന് ചേർന്നത് ശരിയാ, പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് സഞ്ജയന്റെ വിവരണത്തെ പിടിച്ചു നിർത്തി ഒരു ചോദ്യം ചോദിച്ചതാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. 700 ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. അതിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇതിന് മറുപടിയായിട്ടാണ് സഞ്ജയൻ ബാക്കി 699 ശ്ലോകങ്ങളും പറയുന്നത്. എവിടെ? കുരുക്ഷേത്രത്തിലാണ് സംഭവം നടക്കുന്നത്. ഹസ്തിനപുരത്തിലാണ് ഇത് കേൾക്കുന്നത്. അപ്പം ഹസ്തിനപുര രാജാവ് സഞ്ജയനോട് ചോദിക്കുന്നു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും കൂടി യുദ്ധം ചെയ്യാനുള്ള നിശ്ചയത്തോടു കൂടി കുരുക്ഷേത്രം എന്ന് പറയുന്ന ധർമ്മഭൂമിയിലേക്ക് വന്നെത്തിയതിന് ശേഷം അവരെന്താണ് ചെയ്തത്? പടക്കളത്തിൽ വന്നാൽ പടയാളികൾ എന്തു ചെയ്യും? യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തിട്ടാണല്ലോ 10-ാം ദിവസം ഭീഷ്മൻ വീണത്. അപ്പം അവരെന്താ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് അർത്ഥം എന്താ? പലരും ഈ ശ്ലോകം വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. എന്ത്? അത് ധർമ്മക്ഷേത്രമായിരുന്നു. അവിടെ വന്നപ്പോൾ യുധിഷ്ഠിരൻ്റെ ധർമ്മബുദ്ധി കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റം വന്ന് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞ് പോയോ എന്നൊക്കെയാ. അതെങ്ങനെയാത്? യുദ്ധം തുടങ്ങി 10-ാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം പിന്നെ കിമകുർവത എന്നുള്ളതിന് ചോദ്യം യുദ്ധം ചെയ്തോ ചെയ്യില്ലയോ എന്നല്ല. യുദ്ധം നടന്നിട്ടുണ്ട് അവിടെ. പക്ഷേ യുദ്ധമല്ലാതെ ചിലതും അവിടെ നടന്നു കാണും. എന്താ കാരണം? ഭീഷ്മനെ രഥത്തിൽ നിന്ന് തട്ടിമറിച്ചിട്ടു അർജുനൻ. ആ അർജുനന് ആരാധ്യനാണ്. കണ്ടമാത്രയിൽ ചെന്ന് നമസ്കരിച്ച് കാക്കൽ പിടിച്ച് അനുഗ്രഹം ചോദിക്കുന്നവരാണ് പാണ്ഡവന്മാർ. പാണ്ഡവന്മാർക്ക് ഭീഷ്മനോടോ ഭീഷ്മന് പാണ്ഡവന്മാരോടോ ഒരു തരത്തിലുള്ള വൈരവുമില്ല. ആ നിലയ്ക്ക് എങ്ങനെയാണ് പാർത്ഥൻ ഇതിന് പുറപ്പെട്ടത്? വല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ടായി കാണണമല്ലോ. അപ്പം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യുദ്ധമല്ലാത്ത ചില സംഭവം എന്തെങ്കിലും അവിടെ നടന്നുവോ? അമ്പും വില്ലും പ്രയോഗിക്കുന്നതിന് പകരം അതിനു മുൻപ് എന്തെങ്കിലും ഈ വക കാര്യങ്ങളെക്കുറിച്ച് ധർമ്മചർച്ച നടന്നു അവിടെ? നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പാണ്ഡവന്മാർ ധർമ്മബുദ്ധികളായതിനാൽ അങ്ങനെ സംശയം വന്നാൽ അത് തീർക്കാൻ വല്ലവരും ഉണ്ടോ? ജ്യേഷ്ഠാനുജന്മാർ തമ്മിലല്ലാതെ ഉണ്ട്. കൃഷ്ണനിത അർജുനൻ്റെ തേരാളിയായിട്ട് പോയിരിക്കുന്നു.
പോകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആയുധമെടുക്കില്ല, യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവില്ല. പങ്കാളിയാകാതെ തേരാളിയായിരിക്കുകയാണപ്പോ. തേരാളിക്ക് എപ്പോഴും വലിയൊരു ധർമ്മമുണ്ട്. എന്താണ് ആ ധർമ്മം? എന്താ അത്? യുദ്ധം ചെയ്യുന്ന ആളെ രഥി എന്തെങ്കിലും മാനസികമായോ മറ്റു പ്രകാരത്തിലോ അവതാളത്തിൽ പെട്ടുപോയാൽ ആ ആളെ ഉയർത്താനും ഉണർത്താനും ഉത്സാഹഭരിതനാക്കാനും വേണ്ടി സാരഥി എന്തു വേണോ അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അർഹതയുണ്ട്. തേര് തെളിച്ച് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് ആക്രമിക്കേണ്ടത്, പ്രതിരോധം വേണ്ടത്, ഇതൊക്കെ ഈ തേരാളിക്ക് നിശ്ചയിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കൃഷ്ണൻ ഒരാളവിടെയുണ്ട്. അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ തന്നെ പാണ്ഡവന്മാർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്ത് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ എങ്ങാനും ആവലാതി പറയേ, കൃഷ്ണൻ മറുപടി പറയേ, എന്തെങ്കിലും അവിടെ നടന്നുവോ? അവിടെ യുദ്ധവൃത്താന്തമാണല്ലോ ഇപ്പം എന്നോട് പറഞ്ഞത്. ആ യുദ്ധവൃത്താന്തം ആരംഭിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ധർമ്മസംവാദം, ധർമ്മം അവിടെ നടന്നുവോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. കിമകുർവത, എന്താണ് ചെയ്തത്? കുരുക്ഷേത്രം ഒരു ധർമ്മക്ഷേത്രമാണ്. ആ ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം അത് കാണിക്കാതെ ഇരിക്കില്ല. അവിടെ നടക്കുന്നത് ധർമ്മമേ ആകൂ, അധർമ്മമാകില്ല. എൻ്റെ മക്കളാണെങ്കിൽ അധർമ്മികൾ, പാണ്ഡവന്മാരാണെങ്കിൽ ധർമ്മിഷ്ഠർ. ആ ധർമ്മിഷ്ഠർക്ക് പോലും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഒരു മടിയോ വിഷമമോ ഒന്നും ഉണ്ടായില്ലേ? ഉണ്ടായെങ്കിൽ അവരത് പ്രകടമാക്കിയോ? ആരോട്? അത് കേട്ട ആള് എന്താണ് മറുപടി പറഞ്ഞേ? ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് എൻ്റെ മനസ്സിന് സമാധാനം വേണം എൻ്റെ സഞ്ജയ. ആ സമാധാനം ഉണ്ടാക്കി തന്നാൽ മാത്രമേ നീ യുദ്ധവൃത്താന്തം ഇനി പറയാൻ പോകുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂ. ഇത്രയുമാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോഴാണ് സഞ്ജയൻ പറഞ്ഞ്, ഇരുകൂട്ടരും അവിടെ വന്നു, ഇരുകൂട്ടരും വന്നു, ഓരോരുത്തരും വന്നു, എല്ലാവരും അവിടെ ഒത്തുകൂടി. അഭിജ്ഞാന മുദ്രകൾ, ഐഡന്റിറ്റി കാർഡ് എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അവർ ഉഭയസമ്മതത്തിന് വേണ്ടി ഒരു ചാർട്ടർ എഴുതി ഉണ്ടാക്കി. എന്തൊക്കെയായിരിക്കണം ഈ ധർമ്മത്തിന് വ്യവസ്ഥ എന്ന് അതും എഴുതി ഒപ്പിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അർജുനൻ കൃഷ്ണൻ തേരോടിച്ച് അവിടേക്ക് അങ്ങോട്ട് വന്നു നിന്നു. അപ്പോഴാണത് ഉണ്ടായത്. ആയിട്ടില്ല, അതിന് മുമ്പ് നടന്ന വർത്തമാനവും പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതിനെപ്പറ്റി. ഇതെന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത എന്ന് പറയണത് ഒരു ഭരണശാസ്ത്ര സംഹിതയാണ്. അത് മതഗ്രന്ഥമല്ല. പടക്കളത്തിൽ വെച്ചാണ് സംസാരം നടന്നത്, സംവാദം നടന്നത്. പടക്കളത്തിൽ എന്താ നടക്കുക? പടസംബന്ധിച്ച കാര്യങ്ങളാണ് നടക്കുക. മതം എന്ന് പറയുന്നത് ഭഗവാനോട് നമുക്ക് അടുക്കാനും അടുപ്പിക്കാനുമുള്ള കാര്യങ്ങളെക്കുറിച്ച് സമാധാനാന്തരീക്ഷത്തിൽ സംസാരിക്കും. ഒരു ക്ഷേത്രത്തിൽ വെച്ച് മതകാര്യങ്ങൾ സംസാരിക്കാം. പടക്കളത്തിൽ വെച്ച് എന്തിനു സംസാരിക്കണം? അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മതഗ്രന്ഥമല്ല, പിന്നെ എന്ത് ഗ്രന്ഥ? അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയപ്പോൾ നിന്റെ പിൻവാങ്ങൽ ശരിയല്ല എന്ന് വ്യക്തമായി ഉപദേശിച്ചുകൊണ്ട് അതിനുള്ള കാര്യകാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഒരു അപഗ്രഥനം, ലോകത്തിൻ്റെ ഘടന എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തസ്മാദ് യുദ്ധ്യസ്വ ഭാരത, അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്യൂ. യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല. നിന്റെ തീരുമാനം ശരിയല്ല, ഇത് ശരിയല്ല, ഇന്ന കാരണങ്ങൾ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിശ്വരൂപം കാണിച്ചപ്പോൾ പോലും പറയുന്നുണ്ട്, യുദ്ധസ്വജേതാസി രണേ സപത്നാൻ. ആ വിശ്വരൂപം കാട്ടിക്കൊടുത്തിട്ട് പറയാണ്, നോക്കൂ, ഇതാ ഈ ശത്രുക്കളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അവരായിട്ട് പടപൊരുതൂ, നീ കെങ്കേമനായി തീരണം, ജയിക്കണം എന്നൊക്കെ അവിടെയും പറയണം. അവസാനം അർജുനൻ പറയണു, അങ്ങ് പറഞ്ഞതെനിക്ക് മനസ്സിലായി, നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. എന്നെ മോഹമൊക്കെ പോയി, ഭ്രമമൊക്കെ പോയി, എനിക്ക് മനസ്സിന് സ്ഥൈര്യം വന്നു.
അങ്ങ് പറഞ്ഞതൊക്കെ കേട്ടു, മനസ്സിലാക്കി. കൃഷ്ണൻ ചോദിക്കുക, പറഞ്ഞത് കേട്ടുവോ, ചിന്തിച്ചു നോക്കിയോ, തീരുമാനത്തിലെത്തിയോ എന്ന്. ഞാൻ അങ്ങ് പറഞ്ഞ മാതിരി തന്നെ യുദ്ധം ചെയ്തോളാം. ഒരു മഹാഭാരത യുദ്ധമല്ല, ഒരു ഡസനോ ഒരു സ്കോറോ ചെയ്യാം എന്നിങ്ങനെ ഉറപ്പിച്ച് പറയും. അങ്ങനെയാണ് ഈ സംവാദം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ എൻ്റെ അടുത്ത്, ഇതൊരു മതഗ്രന്ഥവും മതകാര്യങ്ങളാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതോ ഭരണം ദുഷിച്ചു പോയിരിക്കണു? മഹാഭാരതം മുഴുവൻ ചിത്രീകരിക്കണത് എന്താ? മഹാഭാരതം മുഴുവൻ ചിത്രീകരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഹസ്തിനപുരം എന്ന് പറയുന്ന ആ രാജവംശം, ശ്രീരാമൻ്റെ രാജവംശം സൂര്യവംശമാണ്. പാണ്ഡവന്മാരുടെ ഭീഷ്മൻ്റെയൊക്കെ ചന്ദ്രവംശമാണ്. ഈ സൂര്യവംശം ചന്ദ്രവംശം എന്ന് പറയുന്ന രണ്ട് വംശത്തിലെ രാജാക്കന്മാരാണ് നമ്മുടെ രാജ്യം ദീർഘകാലം ഭരിച്ചത്. അതിൽ സൂര്യവംശത്തിൽപ്പെട്ട ഇക്ഷ്വാകു, രഘു, അജൻ മുതലായിട്ടുള്ളവരെല്ലാം ഉള്ളതിലാണ് ശ്രീരാമൻ്റെ കഥ. ഇതോ ഹസ്തിനപുരം. ആ ഹസ്തിനപുരത്തിൽ ഉണ്ടായ സംഭവങ്ങൾ എന്ത്? എഡ്വേർഡ് ഗിബ്ബൺ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ. ഞാനിത് പറയാറുള്ളത് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ കുരു ഡൈനാസ്റ്റി. കുരുവംശത്തിൻ്റെ അധപ്പതനവും നാശവുമാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം നടന്നുവോ, എവിടെയെല്ലാം നടന്നുവോ അതും ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. എല്ലാം ചരിത്രമാണ്. അപ്പോൾ ഈ ഭഗവത്ഗീത നമുക്ക് അവതരിപ്പിക്കുന്നത് ധൃതരാഷ്ട്രൻ ഇരുകൂട്ടരും അവിടെ വന്ന് എന്ത് ചെയ്തു എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭഗവത്ഗീതയുടെ തുടക്കം. ധൃതരാഷ്ട്രൻ്റെ വാക്കുകൾ ഇത് മാത്രമേ ഉള്ളൂ. അർജുനൻ അങ്ങ് പറഞ്ഞ മാതിരി ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു നിർത്തുക ചെയ്തത്. എന്നിട്ട് സഞ്ജയൻ പറയുകയാണ്, അവർ തമ്മിലുള്ള സംവാദം വളരെ വിശേഷപ്പെട്ടതാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചൂലോ. എനിക്ക് പറയാനുള്ളത്, എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, ഗാണ്ഡീവം പൊക്കിപ്പിടിച്ച് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അർജുനനും എവിടെയുണ്ടോ, അവിടെ മാത്രമേ ധ്രുവാ നീതിർമതിർമമ, ശരിയായ ധർമ്മം, നീതി, യുക്തി, അഭിവൃദ്ധി, വികാസം എല്ലാം ഉണ്ടാവുള്ളൂ. അവർ രണ്ടുപേരും ഉള്ള സ്ഥലത്ത് മോക്ഷം ഉണ്ടാവുമെന്നല്ല പറഞ്ഞത്. നമുക്കും നമ്മുടെ രാജ്യത്തിലെ അഴിമതികളൊക്കെ മാറി നമ്മൾ ശുദ്ധമാവണം, നല്ല സമ്പന്ന രാഷ്ട്രമാകണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇതുപോലെയൊക്കെ വേണം. യോഗേശ്വരനായ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം, ഭരണത്തിൽ അത് ആനയിക്കണം, അനുവർത്തിക്കണം. സമയോചിതമായി ദുഷ്ടതയെ നേരിടണമെങ്കിൽ നേരിടണം. അതിൽ പേടിക്കരുത്. സ്വന്തം മുത്തശ്ശൻ വരെ എൻ്റെ മോനെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഭരണം കൈയാളുക എന്ന് പറഞ്ഞാൽ പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നാണ് അർത്ഥം. അതുകൂടാതെ കഴിയില്ല. ആ യുദ്ധക്കളത്തിൽ എന്ത് നടന്നു എന്നുള്ള ചോദ്യത്തിന് ഇന്നത് നടന്നു എന്ന് സജ്ജയൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാനത് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. നിങ്ങൾക്കിതൊക്കെ കേൾക്കണത് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഞാൻ എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? കുറേ കാലമായി പറയുന്നതാണ്. 60 കൊല്ലമായി ഞാൻ ഭഗവത്ഗീത പ്രതിപാദിച്ചു കൊണ്ട് നടക്കണു, വിദേശത്തിലും ഇവിടെയായിട്ട്. അപ്പോൾ എനിക്ക് ഭഗവത്ഗീതയോടൊരു കടപ്പാട് തോന്നുക. ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ചിന്താഗതി രചിച്ച നമ്മുടെ പൂർവികരോടും നമ്മുടെ പുണ്യഭൂമിയോടും അതേമാതിരി ഒരു പ്രതിബദ്ധത തോന്നും. ഇത് മതഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ ലോകത്തിൽ മറ്റാൾക്കും ഇത് വായിക്കാൻ തോന്നില്ല. അവർക്ക് അവരവരുടെ മതങ്ങളുണ്ട്. അപ്പോൾ മതഗ്രന്ഥം എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്, ഒരു ഭരണശാസ്ത്ര സംഹിതയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരെല്ലാവരും ഇതെടുത്തു വായിക്കാൻ നോക്കും. നമ്മുടെ അധ്യാത്മ അംബാസിഡർമാർ ചുരുങ്ങിയത് 25 രാജ്യത്തിലേക്ക് അയക്കണം നമ്മളായിട്ട് എന്നാണ് എൻ്റെ മനസ്സിലെ അഭിപ്രായം. ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകം കോപ്പി അടിച്ചുണ്ടാക്കി അവർക്ക് സമ്മാനിച്ച് കുറച്ചൊരു വിവരണവും നൽകിയിട്ട് വേണം നമ്മൾ അയക്കുന്ന ദൂതന്മാർ മടങ്ങി വരാൻ. ഇതെല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും വിദേശമന്ത്രിയുടെയും അനുമതിയും സപ്പോർട്ടും നമുക്ക് വേണം.
അപ്പോഴേക്കും ഇതാ ഇപ്പോൾ ഈ അസാധൂകരണം നടന്നില്ലേ നോട്ടിൻ്റെ, ആ ബഹളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ വലിയ വിഷമമാണ്. അപ്പം അവരുടെ ഒരു സമ്മതത്തോടു കൂടി ആഗോള വ്യാപകമായിരിക്കുന്ന ഒരു ഗ്ലോബൽ ഗീതാ സംരംഭം ഒന്ന് നടത്തണം ന്യൂഡൽഹിയിൽ. അതിൽ വിദേശികളെ എല്ലാവരെയും വിളിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, ഭഗവത്ഗീതയെക്കുറിച്ച് പ്രസക്തമായ ഒരു ചർച്ച നടത്തണം. എന്നിട്ട് അവരുടെ ശ്രദ്ധ, എന്നിട്ടോ ഭാരതം, ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തെ നമ്മൾ 5000 ചില്ലാനം കൊല്ലമായത് കാത്തു സൂക്ഷിച്ചു വരികയാണ്. എവിടെ? നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും പ്രതിപാദനത്തിലുമെല്ലാം. ഷെൽഫിലൊന്നുമല്ല, ഭഗവത്ഗീത കൊണ്ടു നടക്കുന്നവരുണ്ട് ഇവിടെ. അങ്ങനെ സൂക്ഷിച്ചു വന്നിട്ടുള്ള ഈ ചരിത്ര ഗ്രന്ഥം ഭാരതത്തിൻ്റെ തന്നെ വലിയ ഒരു പ്രതീകമാണ്. നിങ്ങളത് മനസ്സിലാക്കൂ, വായിച്ചു നോക്കൂ. നിങ്ങളും ഭരണകാര്യത്തിൽ ഇത് പ്രയോഗിക്കൂ. നാട് ഭരിക്കാൻ, രാജ്യം ഭരിക്കാൻ, പ്രജകളെ ഭരിക്കാൻ, പ്രത്യേകിച്ചും ഭീകരരെ നേരിടാൻ, അമർച്ച ചെയ്യാൻ ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരും ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് നമ്മളിത് ഇന്ത്യയുടെ ഒരു സമ്മാനമാണ് ലോകരാഷ്ട്രങ്ങൾക്ക്. ഭഗവത്ഗീതയെ ഞങ്ങളിതാ സമ്മാനിക്കുന്നു, നിങ്ങൾക്ക് സഹവർത്തിയായിട്ടിരിക്കട്ടെ, എല്ലാവരും അതുകൊണ്ട് നന്നാവുന്നു. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഞാൻ ഇത്തവണ പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഭഗവത്ഗീതയെ പറ്റി അത് മതഗ്രന്ഥമല്ല, ഒരു ചരിത്ര ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിലും എല്ലാ സ്ഥലത്തും സംസാരിച്ചത്. അവർ തീരുമാനിച്ചിട്ടുണ്ട്, അമേരിക്കയിലെ കാലിഫോർണിയക്കാർ അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തിൽ ഒരു നാഷണൽ കോൺഫറൻസ് ഓൺ ഗീത അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗീത എടുക്കുന്നവരെല്ലാം വിളിച്ച് അതൊരു ഭരണശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഒരു വേദി ഒരുക്കി പല വിഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ വിളിച്ച് ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോൺഫറൻസാണ് മനസ്സിൽ പ്ലാൻ അടുത്ത സെപ്റ്റംബറിൽ. ഇവിടെ ഉള്ളത് കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നടക്കും തോന്നുന്നില്ല, അവർക്ക് ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറയുന്നു. ശരിയെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ആലോചനകളും എഴുത്തുകുത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എല്ലാവരോടും ഇത് പറയണു. നമ്മുടെ നൈമിഷാരണ്യ സദസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വികലതയാവുമല്ലോ എന്നുകൂടി വിചാരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഈ വിഷയം ഞാൻ തുടരാം. ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് എന്തൊക്കെയാണ് നടന്നത്, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, കൃഷ്ണൻ എവിടെയൊക്കെ പറയണു യുദ്ധം ചെയ്യൂ, ഇതൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം അനുവദിക്കണം ഇവിടെ, ആരോഗ്യവും ബാക്കിയുള്ള കാര്യങ്ങളും. തൽക്കാലം ഞാൻ നിർത്തട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയത് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം. ഭഗവത്ഗീത മതഗ്രന്ഥമല്ല. നമ്മളെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. അത് വിദേശ രാജ്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. ഭഗവത്ഗീതയെ വെച്ചുകൊണ്ടാണ് സത്യം ചെയ്തത്. ആര്? ഒരു സ്ത്രീ വനിത അവിടുത്തെ കോൺഗ്രസ്സിൽ ഭഗവത്ഗീതയെ തൊട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഞാനൊരു ശ്ലോകം പറഞ്ഞ് എല്ലാവരും കൂടി ഓംകാരം ജപിച്ച് നിർത്താം. കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം തത്സത്. എല്ലാവരും കൈകോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് കണ്ണടച്ച് നമുക്ക് അവസാനത്തെ ഒരു തപസ്. എല്ലാവരും നന്നാവട്ടെ. ആദ്യം നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ലോകമൊട്ടാകെയും ഒരു വ്യത്യാസ ബുദ്ധി ഇല്ലാതെ നന്നാവട്ടെ. ഓ